പ്രതീക്ഷയ്ക്കനുസൃതമായ ഫലപ്രാപ്തിയില്ലാതെ UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് ബ്രസീലിലെ ബെലമിൽ സമാപനമായിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷനിലെ അംഗരാജ്യങ്ങളാണ് COP, അതായത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന പേരിൽ എല്ലാ വർഷവും കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്കെത്തുന്നത്. 30ാമത്തെ ഉച്ചകോടിയാണ് ബെലമിൽ ചേർന്നത്. ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കുക, ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള മാറ്റം, ദരിദ്ര രാജ്യങ്ങളെ കഠിനമായ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ധനസഹായം നൽകുക എന്നീ ചർച്ചാ വിഷയങ്ങളാണ് പ്രസ്തുത ഉച്ചകോടിയുടെ അജണ്ടകളായി അംഗീകരിച്ചിരിക്കുന്നത്. എല്ലാ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി നേരിടുന്ന ആഗോളതാപനം, പരിസ്ഥിതി നശീകരണം എന്നിവയുടെ മുഖ്യ കാരണമായ ജൈവ, കൽക്കരി, പെട്രോൾ മുതലായ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന വിഷയത്തിൽ തീരുമാനമാകാതെയാണ് ഉച്ചകോടിക്ക് സമാപനമായിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിവർഷം കൂടിക്കൊണ്ടിരിക്കുന്ന ആഗോളതാപനം കുറച്ചുകൊണ്ടുവരണമെന്ന കാര്യത്തിലും മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെടുകയോ നടപടികൾ തീരുമാനിക്കുകയോ ചെയ്തില്ല. ഇക്കാര്യത്തിൽ ശക്തമായ പദ്ധതികൾ പ്രഖ്യാപിക്കണമെന്ന് ഒരു വിഭാഗം രാജ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനമുണ്ടായില്ല. ആകെയുണ്ടായ സമവായം കാലാവസ്ഥാ ധനസഹായം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്കായി 2035 പ്രതിവർഷം കുറഞ്ഞത് 1100 ലക്ഷം കോടി രൂപയെങ്കിലും സമാഹരിക്കണമെന്നും ഇക്കാര്യത്തിൽ വൻകിട രാജ്യങ്ങൾക്ക് മുഖ്യ പങ്കുണ്ടെന്നും ഉച്ചകോടിയിൽ ധാരണയിലെത്തി. 2035 ആരോഗ്യ സംവിധാനങ്ങളിലെ കാലാവസ്ഥാ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി 120 കോടിയുടെ പുതിയ പദ്ധതികളും ബലം ആരോഗ്യ പദ്ധതിക്കായി 267 കോടിയും നീക്കിവെക്കാനാണ് ധാരണയായത്. വൻകിട രാജ്യങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾക്ക് കാലാവസ്ഥാ ധനസഹായം നൽകണമെന്ന മുൻകാല തീരുമാനം നടപ്പിലാക്കപ്പെട്ടിട്ടില്ലെന്നത് ഈ ധാരണയുടെ ഭാവിയെ സംശയാസ്പദമാക്കുന്നുണ്ട്. മുമ്പ് നടന്ന ഉച്ചകോടികളിൽ എന്നതുപോലെ പരിസ്ഥിതി വിനാശത്തിന് കാരണമാകുന്ന വിവിധ മേഖലകളിൽ ഉള്ളവരുടെ സാന്നിധ്യവും ഇടപെടൽ നീക്കങ്ങളും ബലം ഉച്ചകോടിയെയും ശ്രദ്ധേയവും അതേസമയം വിവാദത്തിലുമാക്കിയിരിക്കുന്നു. ജൈവ ഇന്ധന വ്യാപാര ലോബിയിലെ പ്രബല വിഭാഗം വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധി പട്ടികയിൽ കടന്നുകൂടി ബെലമിലെത്തി. മുൻ വർഷങ്ങളിലെ ഇവരുടെ പങ്കാളിത്തത്തെക്കാൾ 10% വർധനയുണ്ടായെന്നതാണ് പരിസ്ഥിതി മേഖലയിൽ നിന്നെത്തിയവർ വെളിപ്പെടുത്തിയത്. 1600ഓളം പേരാണ് ഈ മേഖലയിൽ നിന്ന് മാത്രം എത്തിയത്. ഇതിനു പുറമെ വൻകിട കാർഷിക കോർപ്പറേറ്റ് ഭീമന്മാരുടെ പ്രതിനിധികളും എത്തി. 300-ലധികമായിരുന്നു ഇവരുടെ എണ്ണം. ചില രാജ്യങ്ങളിൽ നിന്ന് ഔദ്യോഗിക പ്രതിനിധികളെക്കാൾ ഇത്തരം മേഖലയിൽ നിന്നുള്ളവരായിരുന്നുവെന്നും പറയുന്നു. പരിസ്ഥിതിക്കും മാനവരാശിയുടെ നിലനിൽപ്പിനും വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവരെക്കാൾ കൂടുതലായി ഇവരെത്തി എന്നത് തന്നെ ഉച്ചകോടിയുടെ ശോഭ കെടുത്തുന്നതായിരുന്നു. എന്ന് മാത്രമല്ല, പ്രതിനിധി പരിവേഷത്തോടെ എത്തിയ ഇവരുടെ ചർച്ചകളിലെ പങ്കാളിത്തവും തർക്കങ്ങളിലൂടെ വിഷയങ്ങളെ വഴിതിരിച്ചു വിടാൻ നടത്തിയ നീക്കങ്ങളും ഉച്ചകോടിയുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചിരിക്കുമെന്ന നിഗമനവുമുണ്ട്. പക്ഷേ തദ്ദേശിക ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യവും അവരുടെ ശബ്ദം ഉയർന്നുവെന്നതും എല്ലാ ദിവസവും COP30 സമാന്തരമായി നടന്ന പരിസ്ഥിതി സമ്മേളനങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരുടെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സാംസ്കാരിക പരിപാടികളും ശ്രദ്ധേയമായി. ഇത്തരം പരിപാടികൾ വരും കാല ഉച്ചകോടികളെയെങ്കിലും മൂർത്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുമെന്ന പ്രതീക്ഷ ബാക്കിയാക്കുന്നു. ഫലത്തിൽ മാനവരാശി നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ പിരിയുന്ന മറ്റൊരു ഉച്ചകോടി എന്ന വിശേഷണം COP30 ചാർത്തപ്പെടുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൽ മുഖ്യ ഉത്തരവാദിത്തമുള്ള US ഉൾപ്പെടെ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിസ്സഹകരണം തന്നെ ഇത്തരം ഉച്ചകോടികളെ വ്യർത്ഥമാക്കുന്നു. പതിവ് പോലെ പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഇതര വിഭാഗങ്ങളുമായി തിരിഞ്ഞുള്ള ചർച്ചകൾക്കും തർക്കങ്ങൾക്കും അപ്പുറം ഭാവി തലമുറയ്ക്ക് ശുദ്ധവായു ശ്വസിക്കുന്നതിനും സുഖകരമായ കാലാവസ്ഥ സമ്മാനിക്കുന്നതിനും സഹായകമായ തീരുമാനങ്ങൾ ഇത്തവണത്തെ COPയിലും ഉണ്ടായില്ല. ഫലത്തിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് പാരീസ് ഉച്ചകോടിയെ തുടർന്നുണ്ടായ ഉടമ്പടിയിൽ നിന്ന് വളരെയൊന്നും മുന്നോട്ട് പോയില്ലെന്ന നിരാശാജനകമായ സാഹചര്യം തന്നെയാണ് COP അവശേഷിപ്പിക്കുന്നത്. അടുത്ത 2 വർഷത്തേക്കുള്ള COP വേദി ഇതിനകം തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഉച്ചകോടികളും പ്രഖ്യാപനങ്ങളുമല്ല, ഫലപ്രദമായ നടപ്പിലാക്കൽ മാത്രമേ പരിസ്ഥിതി വിനാശത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്നതിന് സഹായകമാകൂ എന്ന തിരിച്ചറിവില്ലാത്തതാണ് COPകളെ നിരാശാജനകമാക്കുന്നത്.